ജബ്രിയുടെ ഗെയിം പ്ലാനിങ് ഞാൻ പുച്ഛിക്കുന്നില്ല, എന്താണ് അവസ്ഥ എന്നൊക്കെ പറയാൻ പറ്റില്ല. പക്ഷേ കാര്യം എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. ഇവർ നൈറ്റ് ഇരുന്ന് പറയുന്നുണ്ട് ലാലേട്ടൻ്റെ ഒരു വശത്ത് ഗബ്രിയും ഒരു വശത്ത് ജാസ്മിനും ഫിനാലേക്ക് വരുന്നു, അതിലാരെങ്കിലും ഒരാൾ കപ്പ് വാങ്ങിക്കുന്നു, അതാണ് അവരുടെ ആഗ്രഹം എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗബ്രി പറയുന്നുണ്ട് നിൻ്റെ കാര്യം കൺഫേം, എൻ്റെ കാര്യം എന്താണെന്ന് അറിയില്ല എന്നുള്ളത്. അപ്പോൾ അവർ ഗെയിം സ്ട്രാറ്റജി മാറ്റണമെന്നും ഇങ്ങനെയല്ല ഗെയിം കളിക്കേണ്ടതെന്നും സ്പ്ലിറ്റായിട്ടില്ലെങ്കിലും സ്പ്ലിറ്റായി എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന രീതിയിലുള്ള ഗെയിം പ്ലാനിങ് വേണം എന്നുള്ളത് ഈ ഒരു ഐ ലവ് യു സോ മച്ച്, യു ഡോണ്ട് നോ ഹൗ മച്ച് ഐ ലവ് യു റൊമാൻസ് എല്ലാവർക്കും മേലെയാണ് യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന കറഞ്ചം പുറഞ്ചം കുന്തളിപ്പ് കാണിച്ച് ഓരോ സെക്കൻഡും ഓരോ ഡേയ്സ് വൈസ് ഓരോ അവർ വൈസ് മാറി മാറി സംസാരിക്കുന്ന ഇവരുടെ ഇപ്പോഴത്തെ ന്യൂ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള കണ്ടസ്റ്റൻസിൻ്റെ എല്ലാവരെയും കണ്ടിട്ട് പൊടിയെല്ലാം മുളക് പൊടി വാരിക്കോരി ഇട്ടിട്ട് ഞങ്ങൾ ഫ്രണ്ട്സാണ്, വി ഡോണ്ട് ഹാവ് എനി യുനോ അത് സംഭവങ്ങൾ, നിങ്ങൾ വിചാരിക്കുന്ന സംഭവങ്ങളൊന്നുമില്ല, അങ്ങനെ വിചാരിക്കുന്നത് നിങ്ങളുടെ കുഴപ്പമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങൾ ഉണ്ടായിട്ടും ഇതൊക്കെ ഫ്രണ്ട്സും തമ്മിൽ ചെയ്യാലോ, ഇത് എന്താണ് പ്രേമിക്കുന്നവർ മാത്രം ഇങ്ങനെ ചെയ്യാവോ, ആണും പെണ്ണും മാത്രം ഇങ്ങനെ ഉള്ളോ എന്നൊക്കെയുള്ള ആൾക്കാരുടെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാനായിട്ട് ഇന്നലെ ജിൻഡോൻ്റെ അടുത്തും മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ അടുത്തും ജാസ്മിൻ ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ കപ്പ് കിട്ടോ കാര്യങ്ങളോ ഒന്നും കിട്ടുമോയെന്ന് എനിക്കറിയില്ല. എന്തായാലും വലിയൊരു കപ്പ് രണ്ടുപേർക്കും പുറത്ത് പ്രേക്ഷകരെടുത്ത് വച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. പിന്നെ അവരാഗ്രഹിക്കട്ടെ, വാനോളം ആഗ്രഹിച്ചാലല്ലേ കുന്നോളം കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവരുടെ ഒരു ഗെയിം സ്ട്രാറ്റജി, അതായത് വലിയൊരു ടൈറ്റിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ഗെയിം സ്ട്രാറ്റജി എന്ന് വലിയൊരു ഫ്ലെക്സ് അടിച്ചു വെച്ചിട്ട് അതിൻ്റെ ബാക്കിൽ നടക്കുന്ന ലീലാവിലാസങ്ങൾ വേറെ. അപ്പോൾ അതിനകത്തേക്ക് ആളുകൾ റിയാക്ട് ചെയ്യുമ്പോൾ റിയാക്ട് ചെയ്യുന്ന ആളുകളുടെ കുഴപ്പം, ഇല വന്ന് മുള്ളേ വീണാലും മുള്ളു വന്ന് ഇല വീണാലും ആർക്കാണ്? രണ്ടുപേർക്കും കുഴപ്പമാണ്. കാരണം നോക്കി കണ്ടും വീണില്ലെങ്കിൽ മുള്ളിൻ്റെ നടുപൊടിയും ഇല കീറുകയും ചെയ്യും. അതാണ് ഇവർ രണ്ടുപേരുടെ അവസ്ഥ എന്ന് പറയുന്നത്. സോ അവരുടെ ഒരു ആഗ്രഹം ലാലേട്ടൻ്റെ അപ്പുറം ഇപ്പുറം നിന്നിട്ട് ഇങ്ങനെ നടന്നു പോകാനാണ്. ആ ഒരു ആഗ്രഹം നടക്കണമെങ്കിൽ നടക്കട്ടെ, നമുക്കെന്താല്ലേ. ഗുഡ് വൈബ്സ്.